ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രികകൾ നാളെ രാവിലെ 11 മുതൽ സമർപ്പിക്കാം. പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 21 വൈകുന്നേരം 3 വരെയാണ്. സ്ഥാനാർത്ഥി ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടറായിരിക്കണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം. ഒരാൾ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ഒരു വാർഡിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. പ്രാദേശിക അവധി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷവും പ്രവൃത്തി ദിനമായിരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡിസംബർ 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 13-നാണ് വോട്ടെണ്ണൽ. കേരളത്തിലെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവിധ വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഊർജിതമായി തുടരുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും വരണാധികാരികൾക്കും നിർദ്ദേശം നൽകി. പത്രിക സമർപ്പിക്കുന്ന വേളയിൽ വരണാധികാരിയുടെ ഓഫീസിനുള്ളിൽ സ്ഥാനാർത്ഥിയടക്കം 5 പേർ മാത്രമേ പ്രവേശിക്കാവൂ എന്നാണ് നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. 38 ജില്ലകളിലെ 46 കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കർശന സുരക്ഷയാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സായുധ സേനയെയും പോലീസിനെയും സംസ്ഥാനത്തുടനീളം വിന്യസിച്ചു. CCTV ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഇതിനകം 42 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ മാസം 4-നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR 2ാം ഘട്ടം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 62.5% വോട്ടർമാർക്ക് 1,74,00,000 ഫോമുകളാണ് ഇതുവരെ വിതരണം ചെയ്തത്. ലക്ഷദ്വീപിൽ 100% വോട്ടർമാർക്കും ഫോം കൈമാറി. സുരക്ഷിതമായ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. 18,741 പോലീസുകാരെ ഇക്കുറി വിന്യസിക്കുമെന്നും തീർത്ഥാടന മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ചാണ് സുരക്ഷയൊരുക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തും. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം നടക്കുന്ന എരമല്ലൂർ ജംഗ്ഷന് സമീപം കോൺക്രീറ്റ് ഗർഡറുകൾ പിക്കപ്പ് വാനിന് മുകളിൽ വീണ് ഹരിപ്പാട് സ്വദേശി രാജേഷ് മരിച്ച സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി ദുഃഖം രേഖപ്പെടുത്തി. അന്വേഷണത്തിനായി വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും NHAI അറിയിച്ചു. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 44ാമത് അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരളത്തിന്റെ പവലിയൻ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെ മുതൽ ഈ മാസം 27 വരെ നടക്കുന്ന മേള ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ കേരളത്തിന്റെ രുചി വൈവിധ്യമൊരുക്കി കുടുംബശ്രീയും സാഫും ഭക്ഷണശാലകളും ഒരുക്കിയിട്ടുണ്ട്. MSP ബറ്റാലിയനിലെയും കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയനിലെയും പരിശീലനം പൂർത്തിയാക്കിയ 406 റിക്രൂട്ട് ട്രെയിനി പോലീസ് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ മുഖ്യാതിഥിയാകും. വിരമിച്ച കേന്ദ്ര ജീവനക്കാർക്ക് DA വർധനയും പെൻഷൻ പരിഷ്കരണവും 2025 ധനകാര്യ നിയമപ്രകാരം ഇനി മുതൽ അനുവദിക്കില്ലെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം രാവിലെ 9:30-നാണ് മത്സരം. രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം നവംബർ 22 മുതൽ 26 വരെ ഗുവാഹത്തിയിൽ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വെട്ടുകാട് തിരുനാൾ പ്രമാണിച്ച് നാളെ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കാട്ടാക്കട താലൂക്കിലെ അമ്പൂരി, വാഴച്ചാൽ, കള്ളിക്കാട്, ഒറ്റശേഖരമംഗലം,
കീഴാറ്റൂർ, കുളത്തുമ്മൽ, മാറനല്ലൂർ, മലയൻകീഴ്, വിളവൂർക്കൽ, വിളപ്പിൽ വില്ലേജ് പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.